സാൻഡ്ബോക്സ് ടെക്നോളജീസിന്റെ ഈ സായാഹ്ന പ്ലാറ്റ്ഫോമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. തിരക്ക് പിടിച്ച ലോകത്ത് തിരക്കോടുകൂടി ഓടുകയാണ് മനുഷ്യൻ. ആ ഓട്ടത്തിൽ നമ്മളെ നിയന്ത്രിക്കുന്നത് ടെക്നോളജിയാണ്. കാലത്ത് ഉണർന്നെഴുന്നേറ്റാൽ ആദ്യം ഓൺ ചെയ്യുന്നത് മൊബൈൽ ഡാറ്റയാണ്. അവിടുന്ന് അങ്ങോട്ട് രാത്രി ഉറങ്ങുന്നത് വരെയുള്ള സമയത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളെ നിയന്ത്രിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് ടെക്നോളജിയാണ്. ആ ടെക്നോളജിയുടെ ലോകത്ത് എങ്ങനെയാണ് നമുക്ക് ഒരു ബിസിനസ് നിർവഹിക്കുവാൻ കഴിയുക എന്നതാണ് ഈ പ്ലാറ്റ്ഫോം നിങ്ങളുമായി സംവദിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. അതിൽ ഏറ്റവും പ്രധാനം സാൻഡ്ബോക്സ് ടെക്നോളജീസ് ഫോക്കസ് ചെയ്യുന്നത് 3 മേഖലകളാണ് അതിന്റെ മോട്ടോ എന്നുള്ളത്. ഒന്നാമത്തേത് എഡ്യൂക്കേഷൻ, രണ്ടാമത്തേത് ഡിജിറ്റലൈസേഷൻ, മൂന്നാമത്തേത് ഓട്ടോമേഷൻ. എന്തുകൊണ്ട് പുതിയ കാലത്ത് ഇത്തരം ഒരു മോട്ടോയുമായി സാൻഡ്ബോക്സ് മുന്നോട്ട് വരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം, പുതിയ കാലത്ത് ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ അവൻ ഒരു റെഗുലർ എഡ്യൂക്കേഷൻ സ്വീകരിക്കുന്ന ആളാവണമെന്ന് നിർബന്ധമില്ല. ഏതു പ്രായത്തിലുള്ള മനുഷ്യനും അറിവ് നേടുക എന്നുള്ളത് പുതിയ കാലത്ത് അനിവാര്യമാണ്. ഞാൻ എത്ര പ്രായം ചെന്നവനാണ് എന്നതോ ഞാൻ ഏതു കാലത്തിൽ ജനിച്ചവനാണ് എന്നതോ ഇന്ന് പ്രധാനമല്ല. ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് ജീവിക്കണോ, അയാൾ അനുദിനം പഠനത്തിന് വിധേയമാവണം. എന്തു പഠിക്കണം? സയൻസ് പഠിക്കണം എന്നതല്ല, സോഷ്യൽ പഠിക്കണം എന്നതല്ല, മറിച്ച് ടെക്നോളജിയുടെ ബേസ് പഠിക്കാത്ത ഒരാൾക്ക് ഇന്നത്തെ കാലത്ത് ഒരു യാത്ര ചെയ്യാൻ കഴിയില്ല, ഒന്നും പർച്ചേസ് ചെയ്യാൻ കഴിയില്ല, ഒരാളുമായി സംവദിക്കാൻ കഴിയില്ല. ഏറ്റവും മിനിമം വാങ്ങിയ മൊബൈൽ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പോലും അറിയില്ല. ആ മൊബൈലിനകത്തുള്ള പല ഫീച്ചേഴ്സും മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ അയാൾ പഠിക്കുവാൻ തയ്യാറാവണം എന്നതാണ്. ഇന്ന് പഠനത്തിന്റെ പ്രധാനപ്പെട്ട ഉപാധി ഡിജിറ്റൽ മീഡിയകളാണ്, ഡിജിറ്റൽ ഡിവൈസുകളാണ്, ഡിജിറ്റൽ വേൾഡ് ആണ്. കാരണം പഴയ കാലത്ത് വിദ്യാഭ്യാസത്തിന്റെ സോഴ്സ് അധ്യാപകരും പുസ്തകങ്ങളുമായിരുന്നു. എന്നാൽ ഇന്ന് അധ്യാപകനും പുസ്തകവുമല്ല അറിവിന്റെ സോഴ്സ്, മറിച്ച് ഡിജിറ്റലിന്റെ ലോകങ്ങളാണ് അറിവിന്റെ സോഴ്സ്. ഒരു പുസ്തകമല്ല, 1000 പുസ്തകങ്ങളുടെ ശേഖരങ്ങളാണ് ഓരോ എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷനും. അതാണ് സാൻഡ്ബോക്സ് ഹൈലൈറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ തരം. ഡിജിറ്റലൈസേഷൻ ആണ് പുതിയ കാലത്തിന്റെ വേർഷൻ. മൂന്നാമത്തേത്, ആ ഡിജിറ്റലിനെ 2025 തുടക്കത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് മനുഷ്യന് ഡിജിറ്റൽ മനുഷ്യനുമായി അഥവാ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി, മെഷീൻ ലേണിംഗുമായി, വെർച്വൽ റിയാലിറ്റിയുമായി എങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുക? നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുവാൻ, നമ്മുടെ കപ്പാസിറ്റിയെ കൂടുതൽ ബെനിഫിഷ്യറി ആക്കി മാറ്റുവാൻ എങ്ങനെയാണ് നമുക്ക് ഡിജിറ്റൽ ലോകത്തെ ഏറ്റവും പുതിയ ടെക്നോളജിയെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുക? ഈ 3 തലങ്ങളിലാണ് സാൻഡ്ബോക്സ് ടെക്നോളജീസിന്റെ മോട്ടോ നിലനിൽക്കുന്നത്. ഈ മോട്ടോയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് സാൻഡ്ബോക്സ് അതിന്റെ എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 2025 ജനുവരി 13 അതിന്റെ ആപ്ലിക്കേഷൻ ലോഞ്ചിങ് നടന്നത്. ഇന്നത്തോടുകൂടി എല്ലാ ആളുകളും ഇതിനകം ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്ത, ഇതിനകം ഇതിന്റെ ആക്ടിവേഷൻ ചെയ്ത മുഴുവൻ ആളുകൾക്കും ഇന്ന് നൈറ്റോടുകൂടി ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുകയാണ്. നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തു, ചെക്ക് ചെയ്തു. ഇന്ന് രാത്രിയോടുകൂടി നമ്മൾ പർച്ചേസ് ചെയ്ത കോഴ്സ് ഫുള്ളി ആക്സസ് നമുക്ക് ലഭിക്കുകയാണ്. സാൻഡ്ബോക്സ് ടെക്നോളജീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷനാണ് സാൻഡ്ബോ സിറ്റി എന്നുള്ളത്. ഈ എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷനിലൂടെ പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത് പുതിയ കാലത്തെ വിദ്യാഭ്യാസത്തിന്റെ മുഖമാണ്. എന്ന് പറഞ്ഞാൽ റെഗുലർ എഡ്യൂക്കേഷൻ മാത്രമല്ല, വ്യത്യസ്തരായ പ്രായത്തിലുള്ള ആളുകൾക്ക് വ്യത്യസ്തമായ വിഷയങ്ങൾ കൃത്യമായ അവയർനെസ്സും ഇൻസൈറ്റും നൽകുവാൻ പാകപ്പെടുന്ന ഏറ്റവും മികച്ച പ്രോഗ്രാമുകൾ, കോഴ്സുകൾ, അത് എക്സാം ഓറിയന്റഡ് ആയുള്ള സ്റ്റുഡൻസിന് അങ്ങനെ, പബ്ലിക് ആയുള്ള ആളുകൾക്ക് അങ്ങനെ, ആ രീതിയിൽ വളരെ വ്യത്യസ്തമായ കോഴ്സുകളുമായി 16ഓളം ഡിപ്പാർട്ട്മെന്റുകൾ ഏറ്റവും മനോഹരമായ ഫീച്ചേഴ്സോടുകൂടി
എല്ലാം വിധത്തിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജീസും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, എന്താണ് അഡ്വാൻസ്ഡ് ടെക്നോളജീസ്? ഇന്ന് നമ്മൾ ഏറ്റവും എത്തി നിൽക്കുന്ന ഏറ്റവും എൻഡിങ് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുപോലെ തന്നെ വെർച്വൽ റിയാലിറ്റിയും മെഷീൻ ലേണിംഗും ഒക്കെ അടങ്ങുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ സിസ്റ്റം ആപ്ലിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇതിന്റെ മുഴുവൻ ഫീച്ചേഴ്സും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന തരത്തിലാണ് ഇതിന്റെ പ്രോഡക്റ്റുകളെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ഒരു ബിസിനസ്സായി മാറുന്നത്? പഴയ കാലത്ത് ഒരാൾക്ക് ഒരു സ്കൂൾ നടത്തണമെങ്കിൽ അയാൾക്ക് സ്വന്തമായ ലാൻഡ്, സ്വന്തമായ ബിൽഡിങ്, സ്വന്തമായ സ്കൂൾസ് അഫിലിയേഷന്, ഒരുപാട് ടീച്ചേഴ്സ്, ഒരുപാട് സംവിധാനങ്ങൾ, ഇതൊക്കെ വേണ്ടിയിരുന്നു. എന്നാൽ ഇതൊന്നുമില്ലാതെ നമ്മൾ ഒരു ബിസിനസ് ഓണറായി മാറുകയാണ്. എന്തു ബിസിനസ്? എഡ്യൂക്കേഷൻ സപ്ലൈ ചെയ്യുന്ന, എഡ്യൂക്കേഷൻ ഡെലിവർ ചെയ്യുന്ന, എഡ്യൂക്കേഷൻ സർവീസ് ചെയ്യുന്ന ഒരു വലിയ ബിസിനസ്. ആ ബിസിനസ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇതൊരു വലിയ ചാരിറ്റിയാണ്. ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനേക്കാൾ മികച്ച ഒന്നും നമുക്ക് മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്നില്ല. എന്നാൽ ഒരിക്കലും കസ്റ്റമേഴ്സിന് ആവശ്യമില്ലാത്ത ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കൾച്ചറ്, ഒരാൾക്ക് 10 പ്രോഡക്റ്റ് നൽകുകയാണ് എങ്കിൽ അതിൽ 4 പ്രോഡക്റ്റ് അയാളുടെ നീഡി പ്രൊഡക്റ്റും 6 പ്രോഡക്റ്റ് അയാൾ ഒരിക്കലും ജീവിതത്തിൽ അന്ന് വരെ ഉപയോഗിക്കാത്തതുമായ പ്രോഡക്റ്റുകളുമാണ്. അത് വാങ്ങിയത് കൊണ്ട് ഉപയോഗിക്കേണ്ട എന്ന ചിന്ത കൊണ്ട് ഉപയോഗിക്കുകയും അതല്ലെങ്കിൽ വാങ്ങിയിട്ട് അവിടെ ഷെൽഫിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരുപാട് പ്രോഡക്റ്റുകളാണ് ഡയറക്റ്റ് സെല്ലിംഗ് നമ്മൾ പലപ്പോഴും കാണുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഒരു കസ്റ്റമറിന് ആവശ്യമുള്ള പ്രൊഡക്റ്റ് മാത്രം അവരോട് പർച്ചേസ് ചെയ്യിപ്പിക്കുകയും ആവശ്യമില്ലാത്ത ഒന്നിന്റെ കൂടെ മറ്റൊന്ന് പാക്കഡ് ആയി നൽകുന്ന ഒരു മാൻഡേറ്ററി സിസ്റ്റം വർക്കൗട്ട് ചെയ്യാതെ കസ്റ്റമറിന് ഒരു പ്രൊഡക്റ്റ് ആണോ വേണ്ടത് അത് വാങ്ങുക. അതിലൂടെ അവർക്ക് ബിസിനസിന്റെ ഏതു തരം വരെ ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പല കമ്പനികളിലും 2000-3000 രൂപയുടെ പ്രൊഡക്റ്റിനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ 30,000-വും 40,000-വും 48,000 രൂപയൊക്കെ കൊടുത്ത് ഒരു വലിയ യൂണിറ്റ് പർച്ചേസിങ് ഒരുമിച്ച് നടത്തിയെങ്കിൽ മാത്രമേ അവർക്കൊരു ബിസിനസ് ഓണറായി മാറാൻ കഴിയൂ. എന്നാൽ സാൻഡ്ബോക്സ് ടെക്നോളജീസിന്റെ പ്രത്യേകത, എഡ്യൂക്കേഷനിലെ നമ്മുടെ പ്ലാറ്റ്ഫോമിനകത്തുള്ള 7 കോഴ്സുകളിൽ ഏത് കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്താലും അതിനകത്തിലൂടെ എഡ്യൂപ്രനോർഷിപ്പ് എന്ന എഡ്യൂക്കേഷൻ രംഗത്തെ ഓൺട്രപ്രണോർഷിപ്പിന്റെ ഒരു ഫ്രാഞ്ചൈസി ഓണറായി മാറുവാനുള്ള അവസരമാണ് സാൻഡ്ബോക്സ് ടെക്നോളജീസ് നൽകുന്ന സാൻഡ്ബോസിറ്റി ആപ്ലിക്കേഷനിലൂടെ നമ്മൾ നൽകുന്ന ബിസിനസ് സംവിധാനം. എന്താണ് സാൻഡ്ബോസിറ്റി ആപ്ലിക്കേഷൻ പ്രോജക്റ്റിന്റെ പ്രധാനപ്പെട്ട 3 USP എന്ന് ചോദിച്ചാൽ, ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടാണ് എഡ്യൂക്കേഷൻ രംഗത്തെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നത്. മറ്റു പല കമ്പനികളും പല പ്രോഡക്റ്റും എഡ്യൂക്കേഷനും പറഞ്ഞ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട് എങ്കിലും അവർക്കൊന്നും ഏറ്റവും മികച്ച പ്രോഡക്റ്റുകൾ ഇതുവരെ എത്തിക്കാൻ പറ്റിയിട്ടില്ല. ഫ്യൂച്ചറിൽ പല പ്രോജക്റ്റും വരുന്നു എന്ന് പറഞ്ഞ് കസ്റ്റമേഴ്സിനെ പലരും മാർക്കറ്റ് ചെയ്യുമ്പോൾ ലോഞ്ച് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഇവിടെ കസ്റ്റമൈസേഷൻ നടത്തുന്നത്. ഒന്നാമത്തെ പ്രത്യേകത, ആളുകൾക്ക് ആവശ്യമുള്ള വ്യത്യസ്തമായ ഏജ് ഗ്രൂപ്പിന് ആവശ്യമുള്ള എഡ്യൂക്കേഷൻ രംഗത്തെ പ്രോഡക്റ്റ് ആണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ആദ്യമായി കൊണ്ടുവരുന്നത്. അതൊരിക്കലും ആളുകൾക്ക് നീഡില്ലാത്ത പല രീതിയിലുള്ള കോംബോ പ്രോഡക്റ്റുകളല്ല, എല്ലാം സിംഗിൾ എൻറ്റിറ്റികളാണ്. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് മാത്രം അവർക്ക് പർച്ചേസ് ചെയ്യുവാനും എന്നാൽ അതിനോടനുബന്ധിച്ച് പുതിയ കോഴ്സ് വരുമ്പോൾ അവർക്ക് റീപർച്ചേസ് ചെയ്യുവാനുമുള്ള ഓപ്ഷൻ സാൻഡ്ബോക്സിറ്റി നൽകുന്നു എന്നതാണ്. രണ്ടാമത്തേത്, ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ക്രൈസിസ്, പരസ്യം കൊടുക്കും, ആളുകൾ ജോയിൻ ചെയ്യും, സൂം മീറ്റിംഗിന് അറ്റൻഡ് ചെയ്യും. എന്താണ്? വീട്ടിലിരുന്ന് വരുമാനം നേടാം. അതാണ് ഏറ്റവും കൂടുതൽ കാണുന്ന. കേരളത്തിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫ്ലയറുകളിൽ ഒന്ന് വീട്ടിലിരുന്ന് വരുമാനം നേടാം എന്ന ഫ്ലയർ ആണ്. കാരണം 65% വരുന്ന വീട്ടമ്മമാർ, അതിൽ 40% വരുന്ന ആളുകൾ ഡിഗ്രി PG ഹോൾഡേഴ്സ് ആയ ആളുകൾ, പലരും പുറത്തു പോയി ജോലി ചെയ്യാൻ കഴിയാത്തവർ, സാഹചര്യമില്ലാത്തവർ, ജോലിയില്ലാത്തവർ, അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പയിനിങ്. എന്നാൽ വീട്ടിലിരുന്ന് ഒരിക്കലും വരുമാനം നേടാൻ കഴിയുകയില്ല. ആളുകൾക്ക് സൂം പ്രോഗ്രാം കൊടുത്ത് അവരുടെ വീട്ടുപടിക്കൽ പോയി പ്രൊഡക്റ്റ് തൂക്കി നടക്കുന്ന ഒരു കൾച്ചറാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് എങ്കിൽ
ഇവിടെ നമ്മൾ കാണുന്നത് ഒരു കസ്റ്റമറിനെ മീറ്റ് ചെയ്യാൻ നമ്മൾ അവരെ ഫിസിക്കലി പോയി അറ്റൻഡ് ചെയ്യേണ്ടതില്ല. ഓൺലൈനിലൂടെ നമ്മുടെ പ്രോഡക്റ്റ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കാൻ കഴിയും. സാൻവോസിറ്റിയുടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷന്റെ ഏറ്റവും താഴെയുള്ള 4 ഫീച്ചേഴ്സിൽ 4-മത്തേത് അക്കൗണ്ട് എന്നതാണ്. ആ അക്കൗണ്ടിൽ എന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഷെയർ ടു യുവർ ഫ്രണ്ട്സ് അല്ലെ ഇൻവൈറ്റ് എ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റും. ഈ ഇൻവൈറ്റ് ലിങ്ക് അയച്ചു കൊടുത്ത് അവരോട് ആപ്പ് ഡൗൺലോഡ് ചെയ്യിപ്പിച്ചാൽ അതിനകത്തു നിന്ന് ₹1 പോലും അവർ പണം നൽകാതെ നമ്മുടെ മുഴുവൻ കോഴ്സുകളുടെയും ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ മൊഡ്യൂളുകൾ അവർക്ക് ഫ്രീ ആയിട്ട്, എന്ന് പറഞ്ഞാൽ 7 കോഴ്സിനകത്ത് 30 സബ്ജക്റ്റ് ആണ് ഉള്ളത് എങ്കിൽ ₹1 പണം കൊടുക്കാതെ 30 വീഡിയോകൾ ഏതൊരു വ്യക്തിക്കും കാണുവാനുള്ള അവസരമുണ്ട് എന്നതാണ് സാൻവോസിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട USPകൾ ഒന്ന്. നമ്മൾ ഇത് ഡിജിറ്റൽ പ്രോഡക്റ്റ് ആയിട്ട് നൽകുന്നത് കൊണ്ട് ഇതിന്റെ പ്രസന്റേഷൻ കൊടുക്കാനോ ഇതിന്റെ ബിസിനസ് പ്ലാനിനെ കുറിച്ച് സംസാരിക്കാനോ ഇതിന്റെ പ്രോഡക്റ്റ് മറ്റൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാനോ ഒരിക്കലും നമ്മൾ ഫിസിക്കൽ റിസ്ക് എടുക്കേണ്ടതില്ല, യാത്ര ചെയ്യേണ്ടതില്ല, പ്രൊഡക്റ്റ് കൊണ്ടുപോയി കൊടുക്കേണ്ടതില്ല. ഇന്റർനെറ്റ് ആക്സസ് ഉള്ള എല്ലാ ആളുകൾക്കും ഇത് ഉപയോഗിക്കുവാനുള്ള സാഹചര്യമുണ്ട് എന്നതാണ് സാൻവോസിറ്റിയുടെ 2-മത്തെ USP. 3-മത്തേത് സാൻവോസിറ്റിയുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ആരാണ്? പല കമ്പനികളും പല പ്രൊഡക്റ്റുകളുമായി മാർക്കറ്റിലേക്ക് വരുമ്പോൾ അവർക്ക് വളരെ ചെറിയ പെർസെൻറ്റേജ് കസ്റ്റമൈസേഷൻ മാത്രമേ ലഭിക്കുന്നുള്ളൂ. എന്നാൽ സാൻവോസിറ്റിയുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് 100% കസ്റ്റമേഴ്സ് ആണ്. നിങ്ങൾക്ക് ഏത് വീട്ടിലും ഇത് കയറി സംസാരിക്കാം, ഏത് വ്യക്തികളോടും ഇത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് യാത്രയിലാവട്ടെ, ഫ്രണ്ട്സിനോടാവട്ടെ, പൂർവ്വ വിദ്യാർത്ഥികളുടെ ടീമിലാവട്ടെ, നിങ്ങൾക്ക് ഏതൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് മുഴുവൻ നിങ്ങൾക്ക് ഇത് സംവദിക്കുവാനുള്ള അവസരമുണ്ട്. കാരണം എവിടെയൊക്കെയാണോ കമ്മ്യൂണിറ്റി ഉള്ളത്, ഏതൊക്കെയാണോ ചെറിയ 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 ഗ്രൂപ്പുകൾ ഉള്ളത്, അവരൊക്കെ ഇതിന്റെ നീഡി പീപ്പിൾ ആണ് എന്നതാണ് സാൻവോസിറ്റി ജനറലൈസ് ചെയ്യുന്ന ജനറൽ എഡ്യൂക്കേഷന്റെ പ്രൊഡക്റ്റുകളുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞത് നമ്മൾ ബിസിനസ്സുകാരായി കണക്ട് ചെയ്യുന്നത് സ്റ്റുഡൻസ്, ഓണ്ടർപ്രണേഴ്സ്, ഫ്രീലാൻസേഴ്സ്, ജോബ് ആസ്പിരൻസ്, ഹൗസ് വൈഫുമാരും ഒക്കെയാണ് എങ്കിലും ഇത് എല്ലാവർക്കും നമുക്ക് സെല്ല് ചെയ്യാവുന്ന ഏറ്റവും മികച്ച പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ സാൻവോസിറ്റിയുടെ USP ഏറ്റവും സിമ്പിളായി ഏറ്റവും മനോഹരമായി നിങ്ങൾക്കിത് മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന പ്രോഡക്റ്റ് ആണ്, സർവീസ് ആണ് എന്നുള്ളതാണ്. സാൻവോസിറ്റിക്കകത്ത് നിങ്ങൾക്ക് ലഭ്യമാകുന്ന പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ്? ഇതിന്റെ യുണീക്ക് പ്രോഡക്റ്റ്, ഇതിന്റെ പ്രൈം പ്രോഡക്റ്റ്, ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് മാട്രിക്സ് ആണ്. മാത്സ് ഈസ് ഓൾവേസ് ട്രിക്കി. ഫോർമുലയിലൂടെ മാത്സ് പഠിക്കുന്നതോടൊപ്പം തന്നെ ട്രിക്കുകളിലൂടെ ഈസിയായി മാത്സ് പഠിക്കുന്ന ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയ ഇതിന്റെ പ്രത്യേകത, ഇത് സിലബസ് ഓറിയന്റഡ് ആണ് എങ്കിലും സിലബസ് ഇന്റർനാഷണൽ ആണ്. ഒരിക്കലും ഏതെങ്കിലും ഒരു നാടിന് നമ്മൾ സ്ഥിരമായി സംവദിക്കുന്ന പോലെ കേരള SCERT സിലബസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഹിസ്റ്ററിയുടെ പാഠപുസ്തകവും NCERT സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ഹിസ്റ്ററി പാഠപുസ്തകവും ഡിഫറെന്റ് ആണ്. ഇത് രണ്ടുമല്ല GCCയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഹിസ്റ്ററി പാഠപുസ്തകം. എന്നാൽ മാത്സിന്റെ സിലബസ് അതെല്ലാ അർത്ഥത്തിലും ഇന്റർനാഷണൽ ആണ്. ഇതിന്റെ കരിക്കുലം ഫ്രെയിമിംഗ്, ടെക്സ്റ്റ് ബുക്കിലും അതിന്റെ പാഠത്തിന്റെ നമ്പറിങ്ങിലും ഓർഡറിലും ഒക്കെ വ്യത്യാസം ഉണ്ടാകും എന്നതൊഴിച്ചാൽ സിലബസിൽ യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് തന്നെ മാട്രിക്സ് എന്നുള്ളത് ഇന്റർനാഷണലി നമുക്ക് സെല്ല് ചെയ്യാൻ കഴിയുന്നതാണ്. അവർ SCERT ആവണമെന്നില്ല, NCERT ആവണമെന്നില്ല, CBSE അണ്ടറിൽ ആവണമെന്നില്ല. ലോകത്തെ ഏതു കരിക്കുലത്തിന്റെ അണ്ടറിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കും ഇതിന്റെ കോഴ്സ് മൊഡ്യൂൾ 100% ഇംഗ്ലീഷിലാണ് എന്നതുകൊണ്ട് തന്നെ ട്രിക്കിലൂടെ മാത്സ് പഠിക്കുന്ന ഏറ്റവും മനോഹരമായ കോൺസെപ്റ്റ് ആണ് മാട്രിക്സ്. 500 ട്രിക്ക് വീഡിയോസും 60 ഫൗണ്ടേഷൻ ഫണ്ടമെന്റൽസ് വീഡിയോസും 5 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ മാത്സിന്റെ റെഗുലർ ക്ലാസിന്റെ സപ്പോർട്ടിംഗ് ട്യൂട്ടോറിയൽ വീഡിയോ പ്രോഗ്രാമുകളും അതോടൊപ്പം അതിന്റെ PDF കണ്ടന്റും ക്വസ്റ്റ്യൻ ആൻസർ വിത്ത് AI മെന്റർഷിപ്പ് സപ്പോർട്ടുമാണ് മാട്രിക്സ് എന്ന കോഴ്സിന്റെ പ്രത്യേകത. ഈ സപ്പോർട്ടിംഗ് സംവിധാനങ്ങൾ എല്ലാ കോഴ്സുകൾക്കും അവൈലബിൾ ആണ്. ഇതിന്റെ കൂടെ ഈ വർഷത്തെ മികച്ച ഓഫർ എന്നുള്ളത്
മാട്രിക്സ് ഈ അക്കാദമിക്കൽ പർച്ചേസ് ചെയ്യുന്ന വിദ്യാർത്ഥി 10th സ്റ്റുഡന്റ് ആണോ, SLC മലയാളം മീഡിയം ആൻഡ് SLC ഇംഗ്ലീഷ് മീഡിയം, രണ്ടും അവർക്ക് അവരുടെ ചോയ്സ് അനുസരിച്ച് അവർക്ക് അതിലെ 300ഓളം വീഡിയോസ്, എക്സാം ഓറിയന്റഡ് ആയ പ്രോഡക്റ്റുകൾ ഈ സീസണിൽ അവർക്ക് പഠിക്കുവാനുള്ള അവസരമുണ്ട്. അതോടൊപ്പം CBSE 10th നമ്മുടെ ഒരു പ്രിവിലേജ് ആയ പ്രോഡക്റ്റ് ആണ്. എവിടെയും നമുക്ക് സെല്ല് ചെയ്യാൻ കഴിയുന്ന പ്രോഡക്റ്റ് ആണ്. +1 പ്യുവർ ബയോളജിക്കൽ സയൻസ്, +2 ബയോളജിക്കൽ സയൻസ്, നീറ്റ് മെഡിക്കൽ എൻട്രൻസ് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക്, ദെൻ ജോയിന്റ് എൻട്രൻസ് എക്സാം എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഇത്രയും പ്രോഡക്റ്റ് ആണ് പ്രസന്റ്ലി നമ്മുടെ പ്ലാറ്റ്ഫോമിനകത്തുള്ളത്. എന്നാൽ ഒരുപാട് എക്സൈറ്റഡ് ആയ, ഏറ്റവും അട്രാക്റ്റഡ് ആയ, മാർക്കറ്റിൽ ഏറ്റവും കോമ്പീറ്റന്റ് ആയി നിൽക്കുന്ന വളരെ വെറൈറ്റി ഉള്ള പുതിയ പ്രോഡക്റ്റുകൾ കൂടി നമ്മുടെ പ്ലാറ്റ്ഫോമിനകത്തേക്ക് ഉടൻ തന്നെ കടന്നു വരുന്നു. ഇതിന്റെ പ്രത്യേകത, ഈ കോഴ്സുകളൊക്കെ കോമ്പീറ്റന്റ് ആയ രീതിയിലല്ല നമ്മുടെ കോമ്പീറ്റേറ്റീവ് ടീമിനെ നമ്മൾ നോക്കിയാൽ ഉള്ളത്. അവരുടേതൊക്കെ ഒന്നുകിൽ അത് ഡയറക്റ്റ് ഷൂട്ട് ചെയ്ത ക്ലാസ് വീഡിയോസ് മാത്രമാണ്. ആനിമേറ്റഡ് ആയ വീഡിയോസ്, ഏറ്റവും റെപ്യൂട്ടഡ് ആയ ഫാക്കൽറ്റീസ്, ഏറ്റവും മനോഹരമായ ക്ലാരിറ്റിയുള്ള വീഡിയോസ്, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റുകളുടെ പ്രത്യേകത. എന്നാൽ ഇത്ര മനോഹരമായി ഇത്ര പ്രൈസിൽ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമും ഡയറക്റ്റ് സെല്ലിങ്ങിൽ എന്നല്ല ട്രഡീഷണൽ ബിസിനസ് മോഡിൽ നമുക്ക് കാണാൻ കഴിയില്ല. അത്രയും വലിയ ഓപ്പർച്യൂണിറ്റിയാണ്, അത്രയും വലിയ യുണീക്ക്നെസ് ആണ് സാൻവോസിറ്റി നൽകുന്ന പ്രോഡക്റ്റുകളുടെ പ്രത്യേകത. അതിൽ റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, PDF സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ വരാൻ പോകുന്നു, ഓൺലൈൻ ചാറ്റിംഗ് വിത്ത് AI മെന്ററുമായിട്ടുള്ള സംവിധാനം, ഓൺലൈൻ സെഷനുകൾ അതിൽ വരുന്നു, ദെൻ ഓൺലൈൻ വർക്കൗട്ടുകൾ, ക്വസ്റ്റ്യനിങ്ങിലൂടെ ഓൺലൈനിലൂടെ വർക്കൗട്ട് ചെയ്യുന്ന മെത്തേഡുകൾ, ഇത്രയും നമ്മുടെ ഓരോ കോഴ്സുകളുടെയും എസ്പെഷ്യലി മാട്രിക്സ് എന്ന കോഴ്സിന്റെ പ്രത്യേകതയാണ്. ഇതാണ് ഏറ്റവും മിനിമം സാൻഡ്ബോക്സ് ടെക്നോളജീസ് പബ്ലിക്കിലേക്ക് നൽകുന്ന 4000 രൂപക്ക് ഒരു ബിസിനസ് ഓണർ ആവാൻ നിങ്ങൾക്കുള്ള മികച്ച അവസരം നൽകുന്ന ഈ പ്ലാറ്റ്ഫോം സാൻഡ്ബോക്സിറ്റി വരും കാലത്ത് ബിസിനസ്സിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കുന്നു. എഡ്യൂക്കേഷൻ രംഗത്ത് ഡിജിറ്റൽ സംവിധാനത്തിലൂടെ വലിയ വിപ്ലവം സൃഷ്ടിക്കുവാൻ പോകുന്ന സാൻഡ്ബോക്സിന്റെ ബിസിനസ് വേൾഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. താങ്ക് യു ഓൾ. താങ്ക് യു സമ്മത് സർ. വളരെ നല്ല ഒരു വിശദീകരണമാണ് സമ്മത് സർ നമുക്ക് വേണ്ടി തന്നത്. കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടുള്ള അദ്ദേഹം എന്തുകൊണ്ടും യോഗ്യനാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട്. എന്താണ് ഇന്നത്തെ, നമുക്കറിയാം ഒരു ഡിജിറ്റൽ വേൾഡിൽ കൂടെയാണ് ഇന്നത്തെ കുട്ടികൾ, നമ്മുടെ ഓരോരുത്തരുടെയും കുട്ടികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അവരുടെ വിദ്യാഭ്യാസവും അതേപോലെ തന്നെ ഡിജിറ്റലൈസ്ഡ് ആണ്. അപ്പൊ എന്താണ് ഡിജിറ്റലൈസ്ഡ് എഡ്യൂക്കേഷൻ, എന്താണ് വിദ്യാഭ്യാസത്തിന്റെ പുതിയ മുഖം എന്താണെന്നുള്ളതും അഡ്വാൻസ്ഡ് ടെക്നോളജീസിന്റെ സഹായത്തോടു കൂടി അവർക്ക് എങ്ങനെ വിദ്യാഭ്യാസം ലഭ്യമാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സമ്മത് സർ വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. വിർച്വൽ റിയാലിറ്റി, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതെല്ലാം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ യുണീക് സെല്ലിംഗ് USP എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ആരാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ സമ്മത് സാറിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഇത് ഒരു ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കാൻ തയ്യാറായാൽ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒരു ഏർണിങ്സ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഇത് മാർക്കറ്റിംഗ് ചെയ്യാം, അതിന് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, കമ്പനി നമുക്കറിയാം ഇത് നമ്മൾ ഇത് ഏറ്റെടുക്കാൻ ഒരു ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ കമ്പനി നമുക്ക് വളരെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻകം പ്ലാൻ ആണ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊക്കെ അറിയണ്ടേ, എന്നാലല്ലേ നമുക്ക് ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പ്ലാൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അത് നമുക്ക് അറിയേണ്ടത് അത്യാവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ ഈ കമ്പനിയുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഇൻകം പ്ലാൻ എന്താണെന്നുള്ളത് പ്രസന്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് വരുന്നത് കമ്പനിയുടെ, അല്ലെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും എല്ലാം അടങ്ങുന്ന ഈ ഒരു ടീമിനെ തന്നെ നയിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ബോബി സാറിനെയാണ്. അദ്ദേഹം പറവൂർ സ്വദേശിയാണ്. സോ ഈ ഒരു പ്രസന്റേഷനിലേക്ക് ബോബി സാറിനെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ബോബി. താങ്ക് യു പ്രിയ. പ്രിയനെ പരിചയപ്പെടുത്തി, എൻ്റെ ഒരു ബോബി എന്നാണ്. സാൻഡ്ബോക്സ് ടെക്നോളജിയുടെ തുടക്കം മുതൽ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. സമ്മത് സാർ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് വളരെ മനോഹരമായി തന്നെ പ്രസന്റ് ചെയ്തു.
അല്ല എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളതും അത് ആർക്കെല്ലാം ഉപയോഗപ്പെടും എന്ന രീതിയിലെല്ലാം വളരെ വ്യക്തമായി പരിചയപ്പെടുത്തി. ഇനി നമുക്ക് അറിയേണ്ടത് സാൻഡ്ബോക്സ് ടെക്നോളജി നമുക്ക് വേണ്ടി ഓഫർ ചെയ്തിരിക്കുന്ന ഇൻകം ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മാർക്കറ്റിംഗ് ഹെഡായ സജി മാഡം വളരെ വ്യക്തമായിട്ട് നമുക്കെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ഒന്നാമത്തെ ഇൻകം പേഴ്സണൽ സെയിൽസ് ഇൻസെന്റീവ് ആണ്, രണ്ടാമത് ടീം സെയിൽസ് ഇൻസെന്റീവ്, മൂന്നാമത് ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ്, ഫോർത്ത് വൺ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്, ഫിഫ്ത്ത് വൺ റീപർച്ചേസ് ബെനിഫിറ്റ്, സിക്സ്ത് വൺ റോയൽറ്റി. ഇവ ഏതെല്ലാം രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന രീതിയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ നമ്മുടെ ഒന്നാമത്തെ ഇൻകമായ പേഴ്സണൽ സെയിൽസ് ഇൻസെന്റീവ് എന്താണെന്ന് നോക്കിയാൽ, നമ്മളോട് ജോയിൻ ചെയ്ത ശേഷം ഒരു സെയിൽസ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ ഇവിടെ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ 4720 രൂപയുടെ ഒരു പാക്കേജ്, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റേത് പാക്കേജ് ആണെങ്കിലും ഒരു പാക്കേജ് നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ ആ സെയിൽസ് ഇൻസെന്റീവായി നമുക്ക് ലഭിക്കുന്നത് 500 രൂപയാണ്. ഒരു സെയിൽസ് നമ്മൾ നടത്തിയാൽ നമുക്ക് ലഭിക്കുന്നത് 500 രൂപയാണ്. നമുക്ക് ഇവിടെ 1, 2, 3, 10 എത്ര സെയിൽസ് വേണമെങ്കിലും നടത്താവുന്നതാണ്. ഓരോ സെയിൽസിന് 500 വെച്ച് ലഭിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു 10 പേര് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 10 സെയിൽസ് നടത്തുകയാണെങ്കിൽ 10 × 500 = 5000 rupees നമുക്ക് പേഴ്സണൽ സെയിൽസ് ഇൻസെന്റീവായിട്ട് ലഭിക്കും. ഇത് നമ്മുടെ ഒന്നാമത്തെ ഇൻകമാണ്. ഇനി രണ്ടാമത്തെ ഇൻകം ടീം സെയിൽസ് ഇൻസെന്റീവ്. ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യിക്കുന്ന ഓരോ വ്യക്തികളെയും കമ്പനി നമ്മുടെ 2 ടീം എന്ന രീതിയിൽ, എ ടീം ബി ടീം എന്ന രീതിയിൽ 2 ടീമായിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്, പ്ലേസ്മെന്റ് അയക്കുന്നത്. ഇവിടെ നമ്മുടെ ടീം എയിൽ ഒരു വ്യക്തി വന്നു, ടീം ബിയിൽ ഒരു വ്യക്തി വന്നു, അങ്ങനെ 2 സൈഡിലായി ഓരോ വ്യക്തികൾ വരുമ്പോൾ അത് ഒരു പെയറായി കണക്കാക്കുകയും, നമ്മുടെ എ ടീമിലും ബി ടീമിലും ഓരോ വ്യക്തികൾ വരുമ്പോൾ ഒരു പെയറായി കണക്കാക്കുകയും ഒരു പെയറിന് കമ്പനി നമുക്ക് 500 രൂപ ടീം സെയിൽസ് ഇൻസെന്റീവായി തരികയും ചെയ്യും. ഒന്നുകൂടി പറഞ്ഞാൽ 2 വ്യക്തികളെ നമ്മൾ സ്പോൺസർ ചെയ്യുമ്പോൾ, 2 വ്യക്തികളെ നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യിക്കുമ്പോൾ 2 വ്യക്തികൾ ജോയിൻ ചെയ്യിച്ചതിന് പകരമായി നമുക്ക് ഒന്നാമത്തെ ഇൻകമായ ഡയറക്ട് സെയിൽസ് കമ്മീഷൻ വഴി നമുക്ക് 500 + 500 1000 രൂപ ലഭിച്ചിട്ടുണ്ടാവും. കൂടാതെ ഇത് നമ്മുടെ രണ്ടാമത്തെ ഇൻകമായ ടീം സെയിൽസ് ഇൻസെന്റീവായി ഒരു പെയർ മാച്ചിന് 500 രൂപ നമുക്ക് ലഭിക്കും. ഇവിടെ ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് ടീം സെയിൽസ് ഇൻസെന്റീവ് കിട്ടാൻ ഒരു ചെറിയ ക്രൈറ്റീരിയ കൂടി കമ്പനി പറയുന്നുണ്ട്. അത് 1:1 മാത്രം വന്നാൽ പോരാ, പകരം 2:1 അല്ലെങ്കിൽ 1:1 വന്നാൽ മാത്രമേ, എന്ന് വെച്ചാൽ ഒരു സൈഡിൽ നമ്മുടെ എ ടീമിൽ 2 പേരോ ബി ടീമിൽ ഒരാളോ, അല്ലെങ്കിൽ എ ടീമിൽ ഒരാളോ ബി ടീമിൽ 2 പേരോ വന്നാൽ മാത്രമേ നമ്മുടെ ആദ്യത്തെ ടീം സെയിൽസ് ഇൻസെന്റീവ് റിലീസ് ആവുകയുള്ളൂ. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ ഇങ്ങനെ 2:1 അല്ലെങ്കിൽ 1:2 വരണം. അതിനുശേഷമുള്ള ഓരോ 1:1 എന്ന് വെച്ചാൽ എ ടീമിൽ ഒരാൾ ബി ടീമിൽ ഒരാൾ, ഇങ്ങനെ 2 ടീമിൽ ഓരോ വ്യക്തികൾ വരുമ്പോഴും നമുക്ക് 500 രൂപ വീതം നമുക്ക് ലഭിക്കും. ഇവിടെ നമ്മുടെ ഈ രണ്ടാമത്തെ ഇൻകമായ ടീം സെയിൽസ് ഇൻസെന്റീവ് വഴി കമ്പനി നമുക്ക് ഒരു ദിവസം ലഭിക്കുന്ന ഇൻകം 5000 ആയി കമ്പനി നിജപ്പെടുത്തിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ടീം എയിൽ ഒരു വ്യക്തി വരികയാണ്, ടീം ബിയിലും ഒരു വ്യക്തി വന്നാൽ നമുക്ക് ടീം സെയിൽസ് ഇൻസെന്റീവായി ലഭിക്കുന്നത് 500 രൂപയാണ്. എന്ന് വെച്ചാൽ എ എസ് ഐയിലും ബി സൈഡിലും ഒരു വ്യക്തി വരുമ്പോൾ അപ്പോൾ ഒരു പെയർ. അതല്ല, എ സൈഡിൽ 5 പേര് വന്നു, ബി സൈഡിൽ 5 പേര് വരും, അപ്പോൾ 5 പെയർ മാച്ച് ആവും. എന്ന് വെച്ചാൽ 5 × 500, അങ്ങനെ നമുക്ക് 2500 ലഭിക്കും. അതല്ല, 10 പെയർ മാച്ച് ആവുകയാണെങ്കിൽ, ഒരു സൈഡിൽ എ സൈഡിൽ 10 പേരുണ്ട്, ബി സൈഡിൽ 10 പേരുണ്ടെങ്കിൽ നമുക്ക് 500 × 10 5000 രൂപ ലഭിക്കും. ഇത് നമ്മുടെ കമ്പനി ഒരു ദിവസം നമുക്ക് സീലിംഗ് എമൗണ്ട് ആണ്. ഇനി മറ്റൊന്ന് നോക്കിയാൽ, നമ്മുടെ എ സൈഡിൽ 12 പേരുണ്ട്, ബി സൈഡിൽ 15 പേരുണ്ടെങ്കിൽ നമുക്ക് 12 പേരുടെ കമ്മീഷൻ കിട്ടുമോ? ഇല്ല, ഇവിടെ ലഭിക്കില്ല അല്ലെ. ഇവർക്ക് നമുക്ക് മാക്സിമം പറഞ്ഞിരിക്കുന്നത് 10 പെയറിന്റെ ഇൻകമാണ് ഒരു ദിവസം മാക്സിമം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് 5000 rupees തന്നെയായിരിക്കും ലഭിക്കുക. ഈസ് ക്ലിയർ? ഇത് രണ്ടും ഇപ്പൊ മുന്നേ പറഞ്ഞ നമ്മുടെ ഒന്നാമത്തെ ഇൻകവും രണ്ടാമത്തെ ഇൻകവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇൻകമാണ്. ഏതാണ്ട് അല്ലെ, ഏതാണ്ട് എല്ലാവരും തന്നെ മറ്റൊരു കമ്പനികളെ കണ്ടിട്ടുള്ള ഇൻകമാണ്. എന്നാൽ നമ്മുടെ മൂന്നാമത്തെ ഇൻകമായ ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ്,
ഇത് ശരിക്കും നമ്മുടെ സാൻഡ്ബോക്സ് ടെക്നോളജിയുടെ മാത്രം ഒരു യൂണിക് ഇൻകമാണ്. ഇതിലൂടെയാണ് നമ്മുടെ കമ്പനി നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്ന കോടികൾ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഇൻകം. ഇത് മറ്റൊരു സ്ലൈഡ് ഷെയർ ചെയ്യാണ്, നിങ്ങൾ കൂടുതൽ നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഇവിടെ ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴാണോ 3 വ്യക്തികളെ ഡയറക്റ്റ് സ്പോൺസർ ചെയ്യുന്നത് അപ്പോൾ മുതൽ നമുക്ക് റാങ്ക് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ 3 സ്റ്റാർ എന്നാണ് 3 വ്യക്തികളെ സ്പോൺസർ ചെയ്ത ഒരു വ്യക്തിയെ പറയുന്നത്. സാൻഡ്ബോക്സ് ടെക്നോളജിയിൽ 3 വ്യക്തികളെ സ്പോൺസർ ചെയ്യുന്ന ഒരു വ്യക്തിയെ 3 സ്റ്റാർ എന്നാണ് പറയുന്നത്. ഇനി ഒരു 3 സ്റ്റാർ ആയാൽ നമുക്ക് എന്ത് ലഭിക്കുമെന്ന് നോക്കാം. ഒരു 3 സ്റ്റാർ ആയി നമുക്ക് ലഭിക്കുന്നത്, ഈ 3 വ്യക്തികൾ നമ്മൾ സ്പോൺസർ ചെയ്ത ഈ 3 വ്യക്തികളും ഒരു ദിവസം നമ്മുടെ കമ്പനിയിൽ നിന്ന് എത്ര എമൗണ്ട് ബൈനറി ഇൻകം വാങ്ങുന്നുവോ അതിന്റെ 33% നമുക്ക് ലഭിക്കും. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ എ, മിസ്റ്റർ ബി, മിസ്റ്റർ സി, ഈ 3 പേരും നമ്മുടെ കമ്പനിയിൽ നിന്ന് നമ്മുടെ ഈ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ ബൈനറി 500 രൂപയാണ് അല്ലെ. 500 × 3 1500 രൂപ ഇവർ 3 പേരോട് വാങ്ങിച്ചിരിക്കും. ഇവർ 3 പേര് കൂടി 1500 വാങ്ങുകയാണെങ്കിൽ അതിന്റെ 33% നമുക്ക് ലഭിക്കും. 3 പേരെ സ്പോൺസർ ചെയ്ത് നമ്മളെല്ലാവരും 3 സ്റ്റാർ ആണ്. ഈ 3 സ്റ്റാർ ആയാൽ ലഭിക്കുന്ന ബെനിഫിറ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഈ 3 പേരും ഒരു ദിവസം നമ്മുടെ കമ്പനിയിൽ നിന്ന് വാങ്ങുന്ന ബൈനറി ഇൻകത്തിന്റെ 33% നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് നമ്മുടെ ടീമിലേക്ക് 4 പേരെ റിക്രൂട്ട് ചെയ്യാൻ സാധിച്ചാലോ, 4 പേരെ നമുക്ക് ഡയറക്റ്റ് റെഫർ ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ 4 സ്റ്റാർ എന്ന റാങ്കിലേക്ക് മാറും. ഒരു 4 സ്റ്റാർ ആയി നമുക്ക് ലഭിക്കുന്നത് ഈ 4 പേരും ഒരു ദിവസം വാങ്ങുന്ന ബൈനറി ഇൻകത്തിന്റെ 66%. ഇവർ 4 പേരും കൂടി അവർ ഏറ്റവും കുറഞ്ഞ ബൈനറി 500 വെച്ച് വാങ്ങിയാൽ 2000 രൂപ വാങ്ങിക്കും. അതല്ല, ഇവർ 4 പേരും സീലിംഗിലേക്ക് എത്തുകയാണെങ്കിൽ, മാക്സിമമിലേക്ക് എത്തുകയാണെങ്കിൽ 5000 × 4 20,000 വാങ്ങിക്കും. ഈ 20,000ന്റെ 66% അടുത്ത ദിവസം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും, നമ്മൾ ആരായാൽ 4 സ്റ്റാർ ആയാൽ. ഇനി നമുക്ക് 5 പേരെ സ്പോൺസർ ചെയ്യാൻ സാധിച്ചാലോ, നമ്മൾ ടീമിലേക്ക് നമുക്ക് 5 പേരെ ഡയറക്റ്റ് സ്പോൺസർ ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ സാൻഡ്ബോക്സ് ടെക്നോളജിയിലെ 5 സ്റ്റാർ ആയിരിക്കും. ഒരു 5 സ്റ്റാർ ആയാൽ നമുക്ക് ലഭിക്കുന്നത്, നമുക്ക് താഴെ വന്നിരിക്കുന്ന നമ്മുടെ ഫസ്റ്റ് ജനറേഷനിൽ നമ്മൾ സ്പോൺസർ ചെയ്ത ആൾക്കാരെല്ലാം നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ ആണ് അല്ലെ. നമ്മുടെ രണ്ടാമത്തെ ഇൻകമായ ടീം സെയിൽസിൽ 1, 2, 4, 8 അങ്ങനെ പോകുന്നു. പക്ഷെ നമ്മൾ ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ് കണക്കാക്കുന്നത് നമ്മൾ കൊണ്ടുവന്ന, നമ്മൾ സ്പോൺസർ ചെയ്ത എല്ലാവരും തന്നെ നമ്മുടെ ഫസ്റ്റ് ലെവലായിട്ട് കണക്കാക്കുകയും നമ്മുടെ ഫസ്റ്റ് ജനറേഷനായി കണക്കാക്കുകയും അവർ ഓരോരുത്തരും വാങ്ങുന്ന 5 സ്റ്റാർ ആയാൽ അവർ ഓരോരുത്തരും വാങ്ങുന്ന ബൈനറി ഇൻകത്തിന്റെ 100% നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ 5 പേരെ സ്പോൺസർ ചെയ്തു, മിസ്റ്റർ എ, മിസ്റ്റർ ബി, മിസ്റ്റർ സി, മിസ്റ്റർ ഡി ആൻഡ് ഇ. ഇവർ 5 പേരിന് ഒരു ദിവസം 500 രൂപ വെച്ച് വാങ്ങുകയാണെങ്കിൽ 2500 രൂപ ഇവർ 5 പേരോട് വാങ്ങിക്കും. ഇവർ 5 പേരോട് 2500 വാങ്ങിച്ചെന്ന് സംഭവിക്കും, ഈ സെയിം എമൗണ്ട് 2500 രൂപ അടുത്ത ദിവസം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും വരും. അതല്ല, ഇവർ 5 പേരും കൂടി, ഇവർ 5 പേരും സീലിംഗിലേക്ക് എത്തിയിരിക്കുക, ഇവർ 5 പേര് കൂടി 5000 × 5 25,000 രൂപ ഇവർ 5 പേരോട് വാങ്ങുകയാണെങ്കിൽ അതിന്റെ 100% നമ്മുടെ അക്കൗണ്ടിൽ അടുത്ത ദിവസം വരുമെന്ന് അർത്ഥം. ഇത്രയും പറഞ്ഞ് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. ഇവിടെ 5 സ്റ്റാർ ആവുന്ന കാര്യം വരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അത് ഏതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു 5 സ്റ്റാർ ആയാൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞു. 5 സ്റ്റാർ ആയാൽ നമ്മുടെ ഫസ്റ്റ് ജനറേഷനിൽ എത്ര പേരുണ്ടോ അവരെല്ലാം വാങ്ങുന്ന ബൈനറി ഇൻകത്തിന്റെ 100% കിട്ടുമെന്ന് പറഞ്ഞു. ഇനി 6 വരെ കൊണ്ടുവന്നാലും 7 വരെ കൊണ്ടുവന്നാലും 10 വരെ കൊണ്ടുവന്നാലും 100 വരെ കൊണ്ടുവന്നാലും നമ്മുടെ ഫസ്റ്റ് ലെവലിൽ എത്ര പേരുണ്ടെങ്കിലും അവരെല്ലാം ഒരു ദിവസം വാങ്ങുന്ന ബൈനറി ഇൻകത്തിന്റെ 100% നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പിറ്റേ ദിവസം വരും. ഇനി നമുക്ക് 6 പേരെ സ്പോൺസർ ചെയ്യാൻ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നമുക്ക് 6 വ്യക്തികളെ ഡയറക്റ്റ് സ്പോൺസർ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കുമെന്ന് നോക്കാം. 6 പേരെ സ്പോൺസർ ചെയ്യുന്ന നമ്മളെല്ലാവരും തന്നെ ഒരു 6 സ്റ്റാർ എന്ന ലെവലിൽ വരും. അങ്ങനെയെങ്കിൽ ഈ 6 പേരും വാങ്ങുന്ന ബൈനറി ഇൻകത്തിന്റെ 100% കിട്ടുമെന്ന് നമുക്കറിയാം അല്ലെ. 100% കിട്ടും. കൂടാതെ നമുക്കൊരു സെക്കൻഡ് ജനറേഷൻ ഉണ്ടാവും അല്ലെ. നമ്മൾ ജോയിൻ ചെയ്യിച്ച, നമ്മൾ കൊണ്ടുവന്ന വ്യക്തികൾ അവർ നമ്മളെ പോലെ വർക്ക് ചെയ്യും. അവർ കൊണ്ടുവരുന്ന ആൾക്കാർ, അവരുടെ ഫസ്റ്റ് ജനറേഷൻ നമ്മുടെ സെക്കൻഡ് ജനറേഷൻ ആണ്. അങ്ങനെ വരുമ്പോൾ
6 പേരെ സ്പോൺസർ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഈ 6 പേരും ഒരു ദിവസം വാങ്ങുന്ന ബൈൻഡിംഗ് ഇൻകത്തിന്റെ 100% കിട്ടും. കൂടാതെ നമ്മുടെ സെക്കൻഡ് ജനറേഷൻ, നമ്മുടെ സെക്കൻഡ് ലെവലിൽ എത്ര പേരുണ്ടോ, ഈ 6 പേരും ജോയിൻ ചെയ്യിച്ച എത്ര പേരുണ്ടോ, ഒരു ദിവസം വാങ്ങുന്ന ബൈൻഡിംഗ് ഇൻകത്തിന്റെ 20% കിട്ടും. ഫസ്റ്റ് ലെവലിൽ 100%, സെക്കൻഡ് ലെവലിൽ നിന്ന് 20%. തീർന്നില്ല. നമുക്ക് 7 പേരെ റിക്രൂട്ട് ചെയ്യാൻ സാധിച്ചാൽ, നമ്മുടെ ടീമിലേക്ക് നമുക്ക് 7 പേരെ സ്പോൺസർ ചെയ്യാൻ സാധിച്ചാൽ, ഈ 7 പേരും ഒരു ദിവസം വാങ്ങുന്ന ബൈനറി ഇൻകത്തിന്റെ 100% നമുക്ക് ലഭിക്കും. കൂടാതെ സെക്കൻഡ് ലെവലിൽ എത്ര പേരുണ്ടോ അവർ വാങ്ങുന്ന ബൈനറി ഇൻകത്തിന്റെ 50% ലഭിക്കും. ചുരുക്കി പറഞ്ഞാൽ 7 വ്യക്തികൾ നമ്മുടെ ടീമിലുണ്ടെങ്കിൽ, നമ്മുടെ ഡയറക്ടർ റഫറൽ ടീമിൽ 7 പേരുണ്ടെങ്കിൽ, ഈ 7 പേരും വാങ്ങുന്ന ബൈനറി ഇൻകത്തിന്റെ 100%, സെക്കൻഡ് ലെവലിൽ എത്ര പേരുണ്ടോ അവർ വാങ്ങുന്ന ബൈനറി ഇൻകത്തിന്റെ 50% നമുക്ക് ലഭിക്കും. ഈസ് ക്ലിയർ? ഇനി 7 സ്റ്റാറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ 8 വ്യക്തികളെ നമുക്ക് നമ്മുടെ സാൻഡ്ബോക്സ് ടെക്നോളജിയിലേക്ക് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിച്ചാൽ, നമുക്ക് സ്പോൺസർ ചെയ്യാൻ സാധിച്ചാൽ, നമ്മൾ 8 സ്റ്റാർ എന്ന പേര് അറിയപ്പെടുകയും ആ 8 പേര് നമ്മുടെ ഫസ്റ്റ് ജനറേഷനിലുള്ള 8 വ്യക്തികൾ ഒരു ദിവസം എത്ര ബൈനറി ഇൻകം വാങ്ങുന്നുവോ അതിന്റെ 100% നമുക്ക് ലഭിക്കും. കൂടാതെ സെക്കൻഡ് ലെവലിൽ എത്ര പേരുണ്ടോ അവർ വാങ്ങുന്ന ബൈനറി ഇൻകത്തിന്റെ 50% ലഭിക്കും. കൂടാതെ നമ്മുടെ തേർഡ് ജനറേഷനിൽ എത്ര വ്യക്തികളുണ്ടോ അവർ വാങ്ങുന്ന ഒരു ദിവസം വാങ്ങുന്ന ബൈനറി ഇൻകത്തിന്റെ 10% ലഭിക്കും. 8 പേരെ കൊണ്ടുവന്നുള്ള കാര്യം പറഞ്ഞു കേട്ടോ. 8 സ്റ്റാർ ആയുള്ള കാര്യം പറഞ്ഞത്. 8 സ്റ്റാർ ആയാൽ എന്ത് സംഭവിക്കും? 8 പേരിൽ നിന്ന് 100% കിട്ടും, സെക്കൻഡ് ലെവലിൽ നിന്ന് 50% കിട്ടും. കൂടാതെ നമ്മുടെ തേർഡ് ജനറേഷനിൽ നിന്ന്, തേർഡ് ലെവലിൽ നിന്ന് 10% കിട്ടും. ഇനി നമുക്ക് 9 വ്യക്തികളെ ഡയറക്റ്റ് സ്പോൺസർ ചെയ്യാൻ സാധിച്ചാൽ എങ്ങനെ എന്തിരിക്കും? നമ്മൾ 9 സ്റ്റാർ ആവും. നിങ്ങൾക്കറിയാം അല്ലെ? 9 സ്റ്റാർ ആവും. 9 സ്റ്റാർ ആയാൽ ഈ 9 വ്യക്തികളും ഒരു ദിവസം വാങ്ങുന്ന ബൈനറി ഇൻകത്തിന്റെ 100% നമുക്ക് ലഭിക്കും. ഒന്നാമത്. രണ്ടാമത്, നമ്മുടെ സെക്കൻഡ് ജനറേഷനിൽ, സെക്കൻഡ് ലെവലിൽ എത്ര വ്യക്തികളുണ്ടോ അവർ വാങ്ങുന്ന ബൈനറി ഇൻകത്തിന്റെ 50% ലഭിക്കും. കൂടാതെ നമ്മുടെ തേർഡ് ജനറേഷനിൽ, തേർഡ് ലെവലിൽ എത്ര വ്യക്തികളുണ്ടോ അവർ വാങ്ങുന്ന ബൈനറി ഇൻകത്തിന്റെ 30% ലഭിക്കും. മനസ്സിലായി കാണും അല്ലേ? നമ്മൾ 9 പേരെ ഡയറക്റ്റ് സ്പോൺസർ ചെയ്താൽ, 9 പേരെ റിക്രൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ, ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ലെവലിൽ നിൽക്കുന്ന വ്യക്തികൾ വാങ്ങുന്ന ബൈനറി ഇൻകത്തിന്റെ ഒരു നല്ല ശതമാനം നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും അല്ലേ? ഇവിടെ ഒന്നാമത്തെ ലെവലിൽ 100%, രണ്ടാമത്തെ ലെവലിൽ നിന്ന് 50%, മൂന്നാമത്തെ ലെവലിൽ നിന്ന് 30% കിട്ടാൻ വെറും 9 പേരെ മാത്രം റെഫർ ചെയ്താൽ മതിയാവും. തീർന്നില്ല. നമ്മൾ 9 പേരെ റെഫർ ചെയ്ത കാര്യം പറഞ്ഞു. നമ്മൾ 9 സ്റ്റാർ ആയി കഴിഞ്ഞു. ഇനി നമ്മളൊരു 10 സ്റ്റാർ ആയാൽ, 10 സ്റ്റാർ ആവാൻ എന്താ ചെയ്യേണ്ടത്? 10 വ്യക്തികളെ നമ്മൾ സ്പോൺസർ ചെയ്താൽ മതി. സാൻഡ്ബോക്സിലേക്ക് 10 സെയിൽസ് എടുത്താൽ, അല്ലെങ്കിൽ 10 പേരെ സ്പോൺസർ ചെയ്താൽ നമ്മൾ 10 സ്റ്റാർ ആയി. 10 സ്റ്റാർ ആയി നിലയ്ക്ക് ലഭിക്കും. ഫസ്റ്റ് ലെവലിൽ നിന്ന്, ഫസ്റ്റ് ജനറേഷനിൽ നിന്ന് 100% ലഭിക്കും. സെക്കൻഡ് ജനറേഷനിൽ നിന്ന് 50% ലഭിക്കും. തേർഡ് ജനറേഷനിൽ നിന്ന് 30% ലഭിക്കും. കൂടാതെ ഫോർത്ത് ജനറേഷനിൽ നിന്ന് 10% ലഭിക്കും. അല്ലേ? മനസ്സിലായില്ലേ? ഇനി 11 പേരെ നമുക്ക് സ്പോൺസർ ചെയ്യാൻ സാധിച്ചാൽ, ഒന്നാമത്തെ ലെവലിൽ നമ്മുടെ ഫസ്റ്റ് ജനറേഷനിൽ നിന്ന് 100% കിട്ടും, സെക്കൻഡ് ലെവലിൽ നിന്ന് 50% കിട്ടും, തേർഡ് ജനറേഷനിൽ നിന്ന് 30% കിട്ടും, ഫോർത്ത് ജനറേഷനിൽ നിന്ന് 20% ലഭിക്കും. ഇതൊരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കുള്ളൂ. ഒരു 5-6 മാസം ഇത് വ്യക്തമായി മനസ്സിലാക്കി ഈ സിസ്റ്റത്തിനോടൊപ്പം നിങ്ങൾ മൂവ് ചെയ്താൽ, നമുക്ക് മൂവ് ചെയ്യാൻ സാധിച്ചാൽ, ഒരു കാര്യം ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും. ഓരോ ദിവസവും ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷങ്ങൾ കിട്ടാൻ ഈ ഒരു ഇൻകം മാത്രം മതിയാവും. വളരെ വളരെയധികം യൂണിക്കായതും വളരെ ഫാന്റാസ്റ്റിക്കുമായ ഒരു ഇൻകം പ്ലാനാണ് നമ്മുടെ റാങ്ക് സിസ്റ്റം. ഇനി നമുക്കൊരു ചെറിയ കണക്കിലേക്ക് പോവാം. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു 11 പേരെ 11 സ്റ്റാർ ആയാൽ മാത്രമാണ് നമുക്ക് 4 ലെവലിൽ നിന്ന്, 4 ജനറേഷനിൽ നിന്ന് ഈ പറയുന്ന റാങ്ക് ബോണസ് എല്ലാം കിട്ടൂ എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഒരു 11 പേരെ നമുക്ക് ഫസ്റ്റ് ലെവലിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചു. ഈ 11 പേരെ അവര് വഴി സെക്കൻഡ് ലെവലിൽ അങ്ങനെയെങ്കിൽ 121 പേര് വരും അല്ലെ? 11 × 11, 11 × 11, 121 വരും. അങ്ങനെയെങ്കിൽ നമ്മുടെ തേർഡ് ലെവലിൽ
1331 പേര് വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ 4th ലെവലിൽ 14,641 പേര് വരും. അങ്ങനെ മൊത്തത്തിൽ 16,104 പേര് നമ്മുടെ 4 ലെവലിലായി വരും. നമുക്കറിയാം നമ്മുടെ സാൻഡ്ബോക്സ് ടെക്നോളജിയിൽ നിന്ന് ഒരു പെയർ മാച്ച് ആയാൽ കിട്ടുന്നതാണ് എമൗണ്ട് എത്രയാണ് നമുക്കറിയാലോ, 500 രൂപയാണ് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ലഭിക്കാവുന്ന മാക്സിമം സീലിംഗ് എമൗണ്ട് 5,000 rupees ആണ്. 11 മെട്രിക്സ് പ്രകാരം 4 ലെവലിൽ നിന്ന് 16,104 പേര് നമുക്ക് 4 ലെവലിൽ ഉണ്ടാവും. നമുക്ക് ഒരു ദിവസം ലഭിക്കാവുന്ന കുറഞ്ഞ ബൈനറി 500 രൂപയ്ക്കും മാക്സിമം ബൈനറി 5,000 രൂപയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ പറയുന്ന 14,641 പേരും നമ്മുടെ കമ്പനി നൽകുന്ന സീലിംഗ് എമൗണ്ട് ആയ 5,000 ഒരു ദിവസം വാങ്ങുകയാണെങ്കിൽ നമുക്ക് താഴെ ഉള്ള 4 ലെവലിലെ 14,641 പേരും ഒരു ദിവസം സീലിംഗ് എമൗണ്ട് ആയ 5,000 പെർ ഡേ വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു ദിവസം കിട്ടുന്ന എമൗണ്ട് തന്നെ അറിയാമോ? 1,69,95,000 രൂപ അല്ലേ? നമ്മുടെ സ്വപ്നത്തിൽ പോലും വരാത്തൊരു എമൗണ്ട് ആണ്. അത് വിട്ടേക്കാം. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി നമുക്ക് ലഭിക്കാവുന്ന നമ്മുടെ കമ്പനി നമുക്ക് അറിയുന്ന ഏറ്റവും കുറഞ്ഞ ബൈനറി എമൗണ്ട് എത്രയാണ്? 500 rupees ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ 14,641 പേര് ഏറ്റവും കുറഞ്ഞ എമൗണ്ട് ആയ നമ്മുടെ ഏറ്റവും കുറഞ്ഞ ബൈനറി എമൗണ്ട് ആയ 500 രൂപ വാങ്ങുകയാണെങ്കിൽ 16,99,500 രൂപയാണ് ഒരു ദിവസം വാങ്ങാൻ പോകുന്നത്. ആ എമൗണ്ട് നമുക്ക് ലഭിക്കാം അല്ലെ. അത് വേണ്ട, ഈ എമൗണ്ടിന്റെ വെറും 10% മാത്രം നമുക്ക് ലഭിച്ചാലോ 1,69,950 രൂപ നമുക്ക് ദിവസം കിട്ടും. അതല്ല, ഇതിന്റെ 1% മാത്രം ലഭിച്ചാലോ 17,000 rupees ലഭിക്കുവാൻ ഇത് തന്നെ ധാരാളമാണ്. ഇനി നമ്മുടെ ഡെയിലി കട്ട് ഓഫ് എല്ലാ ദിവസവും രാത്രി 12 മണിക്കാണ്. നമുക്ക് എത്ര രൂപ ഇൻകമായി ഇന്ന് ലഭിച്ചിട്ടുണ്ടോ അത് അന്ന് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ മറ്റൊരു റിക്വസ്റ്റും കൊടുക്കാതെ തന്നെ കമ്പനി നമുക്കായി ക്രെഡിറ്റ് ചെയ്യും ബാങ്ക് അക്കൗണ്ടിലേക്ക്. അപ്പൊ 3 ഇൻകത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ കണക്കുകളൊക്കെ വളരെ കൂടുതലായിരുന്നു അല്ലെ. 1,69,00,000, 16,95,000, 99,000 രൂപ എന്നൊക്കെ പറഞ്ഞു അല്ലെ. എങ്കിൽ നമുക്കിവിടെ ഒരു ഫോക്കസോട് കൂടി ഒരു ലക്ഷ്യത്തോടു കൂടി ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് ജസ്റ്റ് ജോയിൻ ചെയ്യാനോ അത് മീറ്റിംഗ് ആകാനോ വെറുതെ പേരിന് വേണ്ടിയൊന്നും അല്ല അല്ലെ. നമുക്ക് ഈ അടുത്ത 1 വർഷം കൊണ്ട് അല്ലെങ്കിൽ 1-2 വർഷം കൊണ്ട് ഒരു വലിയ എമൗണ്ട് ഏൺ ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഉണ്ട്. അത് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഒരു 12 മാസം കൊണ്ട് 1 കോടി രൂപയോളം നമുക്ക് ഏൺ ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമുക്കിവിടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സിസ്റ്റത്തോടൊപ്പം പോകുന്ന എല്ലാവർക്കും തന്നെ ഇത് ഏൺ ചെയ്യാൻ സാധിക്കുമെന്ന് അതിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ നമ്മൾ ഇപ്പൊ ഫെബ്രുവരി മാസം ഇന്ന് നമ്മൾ ജോയിൻ ചെയ്തു. ഒരു മാസത്തിനുള്ളിൽ ഒരു 5 പേരെ നമുക്ക് ഡയറക്റ്റ് സ്പോൺസർ ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ ഒരു 10 പെയർ മാച്ച് നമുക്ക് ഒരു മാസത്തിനുള്ളിൽ വാങ്ങാൻ സാധിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പു പറയാൻ സാധിക്കും, നമുക്ക് 1 വർഷം കൊണ്ട് തന്നെ 1 കോടി രൂപയ്ക്ക് മേലെ വാങ്ങാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആകെ ചെയ്യേണ്ടത്, നമ്മളിന്ന് ജോയിൻ ചെയ്തു ഒരു മാസത്തിനുള്ളിൽ 5 ഡയറക്റ്റ് റെഫറൽസ് നമുക്ക് കൊണ്ടുവരാം. അത് 11ലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 9 മാസം വേണ്ടിയാ വരുള്ളത്. അതല്ല, നമ്മൾ 5 ഡയറക്റ്റ് റെഫറൽ ഈ മാസം ജോയിൻ ചെയ്ത ഒരു മാസം 5 റെഫറൽസ് കൊണ്ടുവന്നു. ഈ 5 പേര് വഴി ഇൻക്ലൂഡിങ് ദിസ് 5 ഒരു സൈഡിൽ 10 പേര്, അടുത്ത സൈഡിൽ 11 പേര്. ഇത് 10ഉം 11ഉം പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ആദ്യത്തെ ഇൻകം ലഭിക്കാൻ 2:1 വേണമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് മാത്രമാണ് എ സൈഡിൽ 10 പേര് ബി സൈഡിൽ 11 പേര് വന്നത്, അല്ലെങ്കിൽ എ സൈഡിൽ 11 പേര് ബി സൈഡിൽ 10 പേര് വന്നത്. ഇങ്ങനെ ഈ സിസ്റ്റം ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴെ വന്നിരിക്കുന്ന നമ്മുടെ ടീമിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും കൊണ്ടും ഒരു മാസം കൊണ്ട് ഇത്രയും മാത്രം ചെയ്യിച്ചാൽ മാത്രം മതി. ഓരോ മാസവും നമുക്ക് നമ്മൾ കമ്പനി പറഞ്ഞിരിക്കുന്ന ഓരോ റാങ്കിലേക്ക് എത്താൻ സാധിക്കുകയും 12 മാസം കൊണ്ട് തന്നെ 1 കോടി രൂപ ഏൺ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ജോയിൻ ചെയ്യുന്ന ഓരോ വ്യക്തികളും ഓരോ ഫസ്റ്റ് മന്ത് തന്നെ ഇത്രയും ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് മന്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ അവന് മിനിമം 10,000 rupees എങ്കിലും കിട്ടിയിരിക്കും. നമുക്ക് പല കമ്പനിയിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർക്കൊന്നും കിട്ടൂല ആദ്യം വർക്ക് ചെയ്യുമ്പോൾ. അങ്ങനെ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് നഷ്ടപ്പെടും. എന്നാൽ ഇവിടെ ഈ ചെറിയൊരു ടാർഗറ്റ് ഫോക്കസ് ചെയ്താൽ പോലും ഒരു മാസം കൊണ്ട് തന്നെ
നല്ലൊരു ഏണിങ്സിലേക്ക് എത്താൻ സാധിക്കുകയും അടുത്ത 12 മാസം കൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും. ഇത് ഒരു ചെറിയ മാജിക് ആയിട്ട് തന്നെ പറയാം. ഇനി നമ്മൾ 3 ഇംഗത്തെ കുറിച്ച് പറഞ്ഞു. ഇനി 4ാമത്തെ ഇംഗത്തെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് റീപർച്ചേസ് ആണ്. നമ്മുടെ കമ്പനി 7 8 പ്രൊഡക്റ്റുകൾ വേറെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇവയിൽ ഏത് വാങ്ങിയാലും ഇത് റീപർച്ചേസ് ഗണത്തിൽ കൂട്ടുകയും അവിടെയും നമുക്ക് ഈ പറയുന്ന 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും ഇൻകം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി പറയാനുള്ളത് നമ്മുടെ റാങ്കുകളെ കുറിച്ചാണ്. നമ്മുടെ കമ്പനി നമുക്ക് 9 റാങ്കുകളാണ് അലോ ചെയ്തിരിക്കുന്നത്. അതിൽ 1ാമത്തെ റാങ്കാണ് മാർക്കറ്റിംഗ് മാനേജർ. 11 പേരെ ഡയറക്റ്റ് റെഫർ ചെയ്യുകയും 10 പെയർ മാച്ചിങ് എന്ന് വെച്ചാൽ 5,000 rupees 2ാമത്തെ ഇൻകമായ ടീം സെയിൽസ് ഇൻസെന്റീവ് വഴി വാങ്ങുകയും ചെയ്ത എല്ലാവരും തന്നെ മാർക്കറ്റിംഗ് മാനേജർ എന്ന പോസ്റ്റിലെത്തുകയും അവർക്ക് ഒരു 1 day ട്രിപ്പ് ഗിഫ്റ്റായി നൽകുകയും ചെയ്യും, മറ്റുള്ള കമ്മീഷൻ എല്ലാം കൂടാതെ. ഇതുപോലെ നമുക്ക് 9 അവാർഡ്സുകളുണ്ട്. ആദ്യത്തെ 3 അവാർഡുകൾ ട്രിപ്പുകളാണ്. എന്നാൽ 3ാമത്തെ റിവാർഡ് മുതൽ നമുക്ക് ലഭിക്കുന്നത് റോയൽറ്റിയാണ്. 4ാമത്തെ റിവാർഡ് മുതൽ. ഇവിടെ 4ാമത്തെ റിവാർഡ് റീജിയണൽ മാർക്കറ്റിംഗ് മാനേജർ എന്ന പോസ്റ്റാണ്. ഇവിടെ നമുക്ക് കമ്പനിയുടെ ടോട്ടൽ സെയിൽസിന്റെ 1% റോയൽറ്റി ആയിട്ട് ലഭിക്കും. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയിൽ എത്ര റീജിയണൽ മാർക്കറ്റിംഗ് മാനേജർ ഉണ്ടോ അവർക്കെല്ലാം കൂടി ഒരു മാസം കമ്പനി എത്ര ടേൺ ഓവർ ഉണ്ട് അതിന്റെ 1% റോയൽറ്റിയായി ലഭിക്കും. അതുപോലെ തന്നെ 5ാമത്തെ റാങ്കിലും 1% റോയൽറ്റി ഉണ്ട്. 6ാമത്തെ റാങ്കിൽ 1% റോയൽറ്റി ഉണ്ട്. 7ാമത്തെ റാങ്കിൽ 0.5% റോയൽറ്റി ഉണ്ട്. കൂടാതെ ഒരു കോമ്പാറ്റ് XUV ഒരു ഫോറിൻ ട്രിപ്പും കമ്പനി 7ാമത്തെ റാങ്കിന് അനുവദിക്കുന്നുണ്ട്. 8ാമത്തെ റാങ്കിൽ നമുക്ക് നൽകുന്നത് 0.5 സെയിൽസ് റോയൽറ്റി പ്ലസ് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പ്ലസ് ഒരു പ്രീമിയം കാർ ലഭിക്കുന്നുണ്ട്. 9ാമത്തെ റാങ്ക് സീനിയർ റിലേഷൻഷിപ്പ് മാനേജർ ആണ്. ഇവിടെ നമുക്ക് ലഭിക്കുന്നത് 1% സെയിൽസ് റോയൽറ്റി ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് വിത്ത് സ്പൗസ് കൂടാതെ 1.5 കോടിയുടെ ഒരു വില്ലയും നൽകുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1.5 കോടിയുടെ വില്ല നമ്മളിവിടെ സ്വന്തമാക്കുമ്പോൾ നമ്മുടെ ജനറേഷൻ റാങ്ക് ഇൻസെന്റീവ് വഴി ഒരു 5 CR നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നിരിക്കുന്നതാണ്. കൂടാതെ 3 4 കാറുകളും നമുക്ക് നൽകിയിരിക്കും. ഇവയെല്ലാമാണ് സാൻവോസ് ടെക്നോളജി നമുക്കായി ഒരുക്കിയിരിക്കുന്ന യൂണിക് ഇൻകം പ്ലാൻസ്. എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ ഷെയർ ചെയ്ത വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിറ്റിക്ക് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഇത്രയും നേരം എൻ്റെ ഈ സെക്ഷനിലേക്ക് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബോബി സർ, താങ്ക് യു സോ മച്ച്. വളരെ ഭംഗിയായി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ നമുക്ക് വേണ്ടി ഈ ഒരു ഇൻകം പ്ലാൻ പ്രസന്റ് ചെയ്തു തന്ന ബോബി സാറിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അദ്ദേഹം കമ്പനിയുടെ 11 സ്റ്റാർ അച്ചീവർ ആണ്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ ഫസ്റ്റ് പ്രൊമോഷൻ ആയിട്ടുള്ള മാർക്കറ്റിംഗ് മാനേജർ എന്ന പദവി കരസ്ഥമാക്കിയിട്ടുള്ള ഒരു ലീഡർ കൂടിയാണ് അദ്ദേഹം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇതേ അവസരം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. കമ്പനി എല്ലാവർക്കും ഇതേ ഒരു ഇൻകം കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു കമ്പനി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഒരു ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരേ അവസരമാണ് കമ്പനി ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ ഈ ഒരു അവസരം ഏറ്റെടുക്കാൻ തയ്യാറായാൽ മാത്രം മതി. അത് നമ്മുടെ ലീഡേഴ്സ് എല്ലാം നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മോടൊപ്പം തന്നെയുണ്ട്. സോ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവർക്കും അവരവരുടെ ഡ്രീംസ് ആൻഡ് ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ സാൻവോസ് ടെക്നോളജീസിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് പ്രിയ പ്രസാദ്.
പട്ടാമ്പിയാണ് സ്വദേശം. ബേസിക്കലി ഞാനൊരു ടീച്ചറാണ്. ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കാം എന്നെ ഈ പ്രോഗ്രാമിലേക്ക് അട്രാക്ട് ചെയ്തതും. കാരണം ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ എപ്പോഴും തന്റെ കുട്ടികൾക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ പഠിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും കൂടുതലും. സോ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് അറിഞ്ഞപ്പോ എനിക്ക് അത് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ കൂടി കുട്ടികൾക്ക് ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ്, അതായത് മാത്സ് എന്നുള്ള ഏറ്റവും ഭൂരിഭാഗം കുട്ടികൾക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് എങ്ങനെ ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ കുട്ടികളിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിലൂടെ കമ്പനി ലക്ഷ്യമാക്കുന്നത്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ ശ്രമിച്ചു. സജി മാം വീട്ടിൽ ഞങ്ങൾ ഇവിടെ പട്ടാമ്പിയിൽ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. നമ്മുടെ കമ്പനിയുടെ പ്ലാനും കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു. അതിനുശേഷം ഞാൻ എറണാകുളത്ത് വെച്ചിട്ട് നടന്ന നമ്മുടെ കമ്പനിയുടെ ലോഞ്ചിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തു. അപ്പോഴും എനിക്ക് കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആയി. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു രീതിയിലേക്ക് എത്താൻ സാധിക്കും എന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടും വളരെ കോൺഫിഡന്റ് ആയിട്ടും ഈ ഒരു കമ്പനിയിൽ ഉറച്ചു നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ നമ്മുടെ പ്രൊജക്ട് എന്ന് പറഞ്ഞാലും പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാലും ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഒരിക്കലും പ്രൊഡക്റ്റ് തൂക്കി പിടിച്ച് വീടുകൾ കയറി ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ആരുടെ മുന്നിലും നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് വളരെ അഭിമാനത്തോടു കൂടി പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. സോ വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ ഒരു അവസരം ഏറ്റെടുക്കുന്നതും പ്രൊമോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളതും. സോ എല്ലാവർക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് നൈറ്റ്.